അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, BJP കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു മറുപടി നന്നായിരിക്കും. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഉണ്ടായത്. യെസ്, ഞാൻ ഉണ്ടായത് അല്ല. ഇപ്പോഴും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടല്ലോ. ഓക്കെ, ശരി. അല്ല, ഞാൻ പറഞ്ഞത് 11 വർഷത്തെ മോഡി സർക്കാരിന്റെ ഭരണമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ കാണാത്ത 2 കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ കണ്ടു. 2016 പത്താൻകോട്ടിൽ അക്രമം ഉണ്ടായി. എന്താ സംഭവിച്ചത്? സർജിക്കൽ സ്ട്രൈക്ക് നടന്നു. അതായത് പണ്ട് BJP പറഞ്ഞത് ഹോട്ട് പർസ്യൂട്ട് ഉണ്ടാവും, അതായത് തെരഞ്ഞ് അങ്ങോട്ട് പോവും. നരേന്ദ്രമോദി കുറച്ചും കൂടി നാടൻ ഭാഷയെ പറഞ്ഞു, ഗർമേ ഗുസ്കർ മാരേഗ, വീട്ടിൽ കയറി വെടിവെച്ചു കൊന്നു. അപ്പൊ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി, വീട്ടിൽ കയറി വെടിവെച്ചു കൊന്നു. അതിനുശേഷം പുൽവാമ ഉണ്ടായി. എന്താ ചെയ്തത്? നമ്മൾ ബാലാക്കോട്ടിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ പോയി. ഇവിടെ തെളിവും ചോദിച്ചു നടന്നതാണ്. ഇപ്പൊ ഈ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പൊ തോറ്റുപോയ അരവിന്ദ് കെജ്രിവാൾ സർജിക്കൽ സ്ട്രൈക്കിന് ഈ ബാലാക്കോട്ടിന് തെളിവ് ചോദിച്ച ആളാ. അങ്ങനെയാണ് അയാളുടെ പാർട്ടിയിൽ നിന്ന് നമ്മുടെ കുമാർ ബിശ്വാസ് കവി രാജിവെച്ച് വരുന്നത്. അപ്പൊ അന്ന് ബാലാക്കോട്ടിൽ 200ഓളം ആളുകൾ വധിക്കപ്പെട്ടു എന്നാണ് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തത്. ബാലാക്കോട്ടിന് ശേഷം പാകിസ്ഥാന് ധൈര്യമില്ലാതായി. ഇന്ന് പഴയ കാലത്തെ അപേക്ഷിച്ച് എത്രയോ കുറഞ്ഞു. ഇന്ന് നാമമാത്രമായ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കാശ്മീരിൽ നടക്കുന്നുണ്ട്. 370 വകുപ്പ് എടുത്തു കളഞ്ഞു. അപ്പൊ ഹോട്ട് പർസ്യൂട്ട്, അതായത് ഗർമേ ഗുസ്കർ മാരേഗ, വീട്ടിൽ കയറി അടിക്കുന്നു മനസ്സിലായി. നിയമപരമായ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു കാശ്മീരിൽ എന്തും കാട്ടാൻ, അത് പോയി. കാശ്മീരിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് നടന്നു. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് ആണ് കാശ്മീരിൽ നടന്നത്. 370 വകുപ്പ് എടുത്തു കളഞ്ഞ ചോരപ്പൊഴി ഒഴുകുന്നതാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത്. ഒരു കൊതു പോലും ചത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഇന്ന് അവിടെ ഏതാണ്ട് കേരളത്തിൽ നടക്കുന്ന അത്ര ഇല്ലെങ്കിലും 55% പോളിംഗ് നടന്നു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, കാഴ്ചപ്പാട് മാറി, നടപടികൾ മാറി. അപ്പോൾ ഇന്ന് ഈ കാര്യത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനമൊന്നും ഇന്ത്യയിൽ നടത്തിയിട്ട് ഇനി സുഖിച്ച് ജീവിക്കാന്ന് ആരും വിചാരിക്കേണ്ട. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പോ കേരളത്തിൽ നിന്ന് 10-25 പിടിച്ചോണ്ട് പോയി 2023 സെപ്റ്റംബർ മാസം 22-ാം തീയതി. ജാമ്യാപേക്ഷ പോലും അവിടെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. അവിടെ കിടക്കുകയാണ് തീഹാർ ജയിലിൽ. കുറെ എണ്ണം എറണാകുളത്തും കിടക്കുന്നുണ്ട്. ഇതൊക്കെ സാധ്യമാവുന്ന ആരെങ്കിലും വിചാരിച്ചിരുന്നു? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, മാറ്റം, വലിയ തോതിലുള്ള മാറ്റമുണ്ട്. അത് കോൺഗ്രസ്സുകാരോടും ഇടതുപക്ഷങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിലപാട് ഈ കനയ്യകുമാർ എന്താ ഭാരതിക്ക് ബർബാദി തക്ക് ജംഗ് രഹേഗി എന്ന് വിളിച്ച ആളുകളെയും കൊണ്ടാണ് കോൺഗ്രസ്സുകാർ നടക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റുപോയി. ഈ കോൺഗ്രസ് ഇങ്ങനെ ആവർത്തിച്ച് തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെടുന്നതിന്റെ ഒരു കാര്യം കോൺഗ്രസിന്റെ നിലപാടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടി, പക്ഷെ എന്തായി? ഹരിയാന പോയി, മഹാരാഷ്ട്ര പോയി, ഡൽഹിയിൽ വീണ്ടും 0-മായി. അപ്പൊ ഇതൊക്കെ ഇവിടത്തെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക്, കോൺഗ്രസ്സുകാർക്ക്, ഇന്ത്യ മുന്നണിക്ക് ഒരു പാഠമാണ്. നിങ്ങൾ പോകുന്ന മാർഗം ശരിയല്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാനും അവരുമായി സഹകരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഗുരുതരമായ എന്താ പറയാ പരാജയം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അത് ബംഗാളിലെ അനുഭവത്തിൽ നിന്ന് CPM വലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ സംഭവിച്ചിട്ടുള്ള തകർച്ചയിൽ നിന്ന് അവർ വല്ലതും പഠിച്ചാൽ നല്ലത് എന്ന് മാത്രം ഞങ്ങൾക്ക് പറയാം.